ഓച്ചിറ വിളംബരം ഉൾപ്പെടെ സാംസ്കാരിക പൈതൃകം ഏറെ അവകാശപ്പെടാനുള്ള കരുനാഗപ്പള്ളി നിയമസഭാ മണ്ഡലത്തിൽ കിഫ്ബി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അനവധിയാണ്. 10 മേൽപ്പാലങ്ങളുടെ നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചപ്പോൾ അതിൽ ഒരു മേൽപ്പാലം വരുന്നതും ഈ കരുനാഗപ്പള്ളിയിലാണ്. കുടിവെള്ളം, ആരോഗ്യം, സാംസ്കാരികം അങ്ങനെ എല്ലാ മേഖലകളിലും വികസനം കിഫ്ബി വഴി ഈ മണ്ഡലത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. കരുനാഗപ്പള്ളിയുടെ കിഫ്ബി വിശേഷങ്ങളിലേക്ക്. കൊല്ലം ജില്ലയുടെ വടക്കു പടിഞ്ഞാറൻ മേഖലയിലെ അവസാനത്തെ മണ്ഡലമാണ് കരുനാഗപ്പള്ളി. കൊല്ലം ജില്ലയിലെങ്കിലും സാംസ്കാരികമായി ആലപ്പുഴയുമായി കൂടുതൽ ബന്ധപ്പെട്ടു കിടക്കുന്ന മണ്ഡലം. 14 കിലോമീറ്ററോളം തീരദേശമുള്ള മണ്ഡലം കാർഷിക മേഖല കൂടിയാണ്. കയർ, കശുവണ്ടി, കൈത്തറി, തഴപ്പ തുടങ്ങിയവയുടെ മണ്ഡലം. ഓച്ചിറ വിളംബരം ഉൾപ്പെടെ സാംസ്കാരിക പൈതൃകം ഏറെ അവകാശപ്പെടാനുള്ള കരുനാഗപ്പള്ളി മണ്ഡലത്തിൽ കിഫ്ബി സാധ്യതകളുടെ വേലിയേറ്റം സൃഷ്ടിക്കുകയാണ്. ഗതാഗത മേഖലയിൽ കിഫ്ബി നിരവധി പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്നത്. അതിൽ പ്രധാനമാണ് കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിലെ മാളിയേക്കൽ ലെവൽ ക്രോസ് റെയിൽവേ മേൽപ്പാലം. കടുത്ത ഗതാഗത കുരുക്കും നേരിടുന്ന റോഡിൽ മേൽപ്പാലം ആ നാടിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ഇതിനായി 35 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. മേൽപ്പാലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏതാണ്ട് 4.5 പതിറ്റാണ്ട് പഴക്കമുള്ള ഒരു വിഷയമാണ്. ആളുകൾ വലിയ പ്രതീക്ഷയോടെ ഇന്ന് വരും നാളെ വരുമെന്ന് കാത്തിരുന്നതാണ്. പക്ഷേ ഇന്ന് വരെ അത് യാഥാർത്ഥ്യമാക്കാൻ ആർക്കും കഴിഞ്ഞില്ല. കിഫ്ബിയാണ് അതിനൊരവസരം ഉണ്ടാക്കിയത്. പൂർണ്ണമായും കിഫ്ബിയുടെ ഫണ്ട്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ടാണ് അതിന് ഉപയോഗപ്പെടുത്തുന്നത്. വേറെ കുറച്ച് മേൽപ്പാലങ്ങളൂടെ ചെയ്യാൻ, അത് റെയിൽവേ ഗേറ്റുകളെല്ലാം പൂർണ്ണമായി ഒഴിവാക്കുക എന്ന ഒരു കാഴ്ചപ്പാടാണ് ഗവൺമെൻറ് നയപരമായി എടുത്തിട്ടുള്ളത്. അതിന് ഇനി വരുന്ന മേൽപ്പാലങ്ങൾക്കൊക്കെ 50% കേന്ദ്ര വിഹിതം കൂടി ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഈ 10 പൂർണ്ണമായും കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെയാണ്. മാളിയേക്കൽ ROBയെ സംബന്ധിച്ച് പറയുമ്പോൾ ഏതാണ്ട് 35 കോടി രൂപയാണ് അതിന് വകയിരുത്തിയത്. 44 ഭൂ ഉടമകളിൽ നിന്ന് ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നു. ആ ഏറ്റെടുക്കൽ നടപടിയെല്ലാം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ സാധ്യമായി എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. അവരുടെ എല്ലാ ഏർപ്പാടുകളും പൂർത്തിയാക്കി ആ സ്ഥലമെല്ലാം ഏറ്റെടുത്തു. അവിടെ ഉണ്ടായിരുന്ന സ്ട്രക്ചറൊക്കെ പൊളിച്ചു മാറ്റി നിർമ്മാണ പ്രവർത്തനത്തിന് സൈറ്റ് ക്ലിയർ ചെയ്ത് കിടക്കുകയാണ്. പാലത്തിൻ്റെ നിർമ്മാണം ഒരു 2 ആഴ്ചയ്ക്ക് ഉള്ളിൽ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുമെന്നാണ് കരാറുകാർ അറിയിച്ചിട്ടുള്ളത്. മേൽപ്പാല നിർമ്മാണത്തിലുള്ള ഈ ടെൻഡർ നടപടികൾ പുരോഗമിക്കുകയാണ്. 28.28 കോടി രൂപയ്ക്കാണ് കരാർ. റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് കോർപ്പറേഷനാണ് മേൽപ്പാലത്തിന്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. പാലത്തിനായുള്ള സ്ഥലമേറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായി. പൂർണ്ണമായും സ്റ്റീൽ സ്ട്രക്ചറിലാകും മേൽപ്പാല നിർമ്മാണം. കോൺക്രീറ്റ് അല്ലാത്തതിനാൽ തന്നെ വേഗത്തിൽ പണി പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷ. പാലം നിർമ്മാണോദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചതോടെ വലിയ പ്രതീക്ഷയാണ് നാട്ടുകാർക്ക്. മാളിയേക്കൽ റെയിൽവേ പാലം എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു. വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഒരു ആഗ്രഹമാണത്. കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പല രോഗികളെയും കൊണ്ട് വരുമ്പോൾ, പല അപകടങ്ങളിൽപ്പെട്ടവരെ ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ അപകടത്തിൽപ്പെടാറുണ്ട്. അവിടെ വെച്ച് തന്നെ രോഗി മരിച്ച സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. ഈ റെയിൽവേ ഗേറ്റ് കാരണം റെയിൽവേ അടഞ്ഞു വരുമ്പോൾ അതുകൊണ്ട് ഭരണിക്കാവ് കരുനാഗപ്പള്ളി റോഡ് ഏറ്റവും വലിയൊരു ഗതാഗത കുരുക്കുള്ള റോഡാണ്. അപ്പോഴാണ് ഈ ഗേറ്റ് അടവും മാർക്കറ്റിലെ തിരക്കൂടെ വരുമ്പോഴത്തേക്ക് വാഹനങ്ങൾ തിങ്ങി നിറയുകയാണ് ചെയ്യുന്നത്. അതിന് ഈ മേൽപ്പാലം എന്ന് പറയുമ്പോൾ ഏറ്റവും ഞങ്ങൾക്ക് അനുയോജ്യമായ ഒരു കാര്യം തന്നെയാണ്. അതിന് ഞങ്ങൾ ശ്രീ രാമേന്ദ്രൻ സാറിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു, സർക്കാരിനെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കും. 9 മാസത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുകയും ചെയ്യും.
പദ്ധതി നടപ്പിലാകുന്നതോടെ ദീർഘകാലത്തെ നാട്ടുകാരുടെ ആഗ്രഹമാണ് സഫലമാവുക. ഇത് യാഥാർത്ഥ്യമാകുന്നതോടുകൂടി തീരദേശ മലയോര ഗതാഗതം കൂടുതൽ സുഗമമാകുകയാണ്. ഇവിടെ ഏറെ സമയം റെയിൽവേ ഗേറ്റ് അടഞ്ഞുകിടക്കുകയും അതിൻ്റെ പ്രയാസങ്ങൾ ആളുകൾ അനുഭവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭമാണ്. അത് കാലാകാലങ്ങളായി തന്നെ അത് തുടരുകയാണ്. അതിനൊരു പരിഹാരം ഉണ്ടാകണം എന്നുള്ളത് നാടിൻ്റെ ഒരു വല്ലാത്ത ദാഹമായിരുന്നു. അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നുവെന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടന ചടങ്ങെന്ന് പറയുന്നത് ഈ നാട് കണ്ട ഏറ്റവും വലിയ ആഘോഷമായി മാറി. കരുനാഗപ്പള്ളിയിൽ നിന്നും 2 കിലോമീറ്റർ കിഴക്ക് വശം മാളിയേക്കൽ പാലത്തിൻ്റെ പണി തറക്കല്ലിട്ടതിൽ അതിയായ സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. പ്രത്യേകിച്ച് ഓട്ടോറിക്ഷക്കാർക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ട്. മറ്റെല്ലാവർക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അനുഭവപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം ഒരു രോഗിയെ കൊണ്ടുവരുമ്പോൾ ഗേറ്റടവ് അനുഭവപ്പെട്ടാൽ അവർ പലരും മരണപ്പെടുന്നതായ രീതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. മൈനാഗപ്പള്ളി മാരാരിത്തോട്ടം കാരൂർക്കടവ് സോമവിലാസം ഭാഗം ഞങ്ങൾക്ക് ആ പാളത്തിന് കിഴക്ക് വശമുള്ള ഒരുപാട് പേർക്ക് അത് ഗുണം ചെയ്യും, പ്രയോജനം ചെയ്യും. അതിയായ സന്തോഷമുണ്ട് അത് വരുന്നതിൽ. കാരണം അതുപോലെ ചുറ്റുമൂലയിലും മൈനാഗപ്പള്ളിയിലും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ പെട്ടതാണ്. കാരണം റോഡ് ഗേറ്റടച്ച് കഴിഞ്ഞാൽ റോഡ് ബ്ലോക്കാവുകയും രോഗികൾ വരുമ്പോൾ അവരെ കൊണ്ടുവരാൻ അതിയായ ബുദ്ധിമുട്ടും പ്രയാസങ്ങളുമാണ് സഹിക്കുന്നത്. കാരണം പെട്ടെന്ന് ഗേറ്റ് തുറപ്പിക്കാനോ പറ്റാത്തൊരവസ്ഥ. റെയിൽവേ കേന്ദ്രത്തിൻ്റെയാണ്, നമുക്ക് പെട്ടെന്ന് തുറന്നു വരാനോ വരുത്തിക്കാനോ ഉള്ള സാഹചര്യമല്ല. അപ്പോൾ ഇപ്പോൾ ഈ പാലം വരുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. ആരോഗ്യമേഖലയിലും കിഫ്ബി മണ്ഡലത്തിൽ ചരിത്രം രചിക്കുകയാണ്. കരുനാഗപ്പള്ളി ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയുടെ പുതിയ ബ്ലോക്കുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി 90 കോടി രൂപയുടെ ഭരണാനുമതിയാണ് ലഭിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ ഏറ്റവും ശ്രദ്ധയാകർഷിക്കുന്ന സ്ഥാപനം എന്നുള്ള നിലയിൽ, എല്ലാവർക്കും ആശ്രയമാകേണ്ട ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ താലൂക്ക് ആശുപത്രി, അത് സത്യത്തിൽ ഒരുപാട് അസൗകര്യങ്ങളുടെ നടുവിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ്. നാഷണൽ ഹൈവേയുടെ ഓരത്താണ് ആശുപത്രി എന്നുള്ളത് കൊണ്ട് നിത്യേന അവിടെ എത്തുന്ന ആക്സിഡന്റിൽപ്പെട്ട ആളുകളുടെ എണ്ണം അത് ഒരു ക്രമാതീതമാണ്. അപ്പോൾ ഈ ആശുപത്രിയുടെ പരിമിതി ഉണ്ട് എന്നുള്ളത് കൊണ്ട് പലപ്പോഴും പ്രാഥമിക ചികിത്സ നടത്തി വണ്ടാനത്തേക്കോ തിരുവനന്തപുരത്തേക്കോ ഇവരെ അയക്കേണ്ട അവസ്ഥ നിലനിൽക്കുകയാണ്. ഒരു ട്രോമ കെയർ യൂണിറ്റ് വളരെ അനിവാര്യമാണ്. പക്ഷേ അത് അനുവദിച്ചാലും പ്രവർത്തിപ്പിക്കാനുള്ള സൗകര്യങ്ങളില്ല. ഇവിടെ ഒരു ബ്ലഡ് ബാങ്ക് ഇല്ല. ഇവിടെ ലാബുകൾ ഉണ്ടെങ്കിൽ പോലും അത് ആധുനിക രീതിയിലേക്ക് അത് മാറ്റിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓപ്പറേഷൻ തിയേറ്റർ, സാമാന്യം നല്ല തിയേറ്റർ ഇപ്പോഴുണ്ട്, പക്ഷെ അത് കുറച്ചുകൂടെ മോഡേണൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ക്യാൻറ്റീൻ സൗകര്യമില്ല. അതുപോലെ തന്നെ അവിടെ ഒരുപാട് പരിമിതികൾ നിലനിൽക്കുകയാണ്. വാർഡുകളില്ല. അപ്പോൾ ഇതിനെല്ലാം പരിഹാരം ഉണ്ടാക്കണമെന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടിയാണ് ഒരു വലിയ നിലയിലുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ആശുപത്രിക്കായി തയ്യാറാക്കുകയും അത് കിഫ്ബിക്ക് സമർപ്പിക്കുകയും ചെയ്തു. കിഫ്ബി 90 കോടി രൂപയുടെ അനുമതിയാണ് നമുക്ക് തന്നത്. ആ 90 കോടി രൂപയിൽ 66.4 കോടി രൂപ അനുവദിച്ചുകൊണ്ട് വർക്ക് ടെൻഡർ ചെയ്തു. അതിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം ഈ കോവിഡിൻ്റെ കാലയളവിൽ തന്നെ നടക്കുകയുണ്ടായി. മുഖ്യമന്ത്രിയാണത് നിർവഹിച്ചത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. 66.43 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിന് 29 മാസത്തെ കാലാവധിയാണ് കിഫ്ബി നിശ്ചയിച്ചിട്ടുള്ളത്. KCBയുടെ നിർമ്മാണ വിഭാഗമാണ് DPR തയ്യാറാക്കിയതും മേൽനോട്ടം വഹിക്കുന്നതും. പ്രാരംഭത്തിൽ നിലവിലുള്ള കെട്ടിടത്തിന്റെ 2 നിലയും കൂടി പൂർത്തീകരിച്ച ശേഷം അവിടേക്ക് സുനാമി വാർഡിലും കാലപ്പഴക്കം ചെന്ന ഏതാനും കെട്ടിടങ്ങളിലും ഇപ്പോൾ പ്രവർത്തിക്കുന്ന വിഭാഗങ്ങളെ മാറ്റിയ ശേഷം സുനാമി വാർഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലെ പഴയ കെട്ടിടങ്ങൾ നീക്കം ചെയ്ത ശേഷം അവിടെ 8 നിലകളുള്ള കെട്ടിട നിർമ്മാണം ആരംഭിക്കും. ഇതുവരെ ഉണ്ടാവാത്ത ഒരു വികസനമാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ബഹുനില മന്ദിരങ്ങളുടെ ഇഷ്ടം പോലെ ഡയാലിസിസിന്റെ സെന്റർ, പിന്നെ മറ്റ് ഓപ്പറേഷൻ തിയേറ്റർ, ആധുനീകരിച്ച ഓപ്പറേഷൻ തിയേറ്റർ, അങ്ങനെ നിരവധി വികസനമാണ്
ഈ MLA ഇവിടെ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളത്. അതിന് ഞങ്ങൾക്ക് വളരെ സന്തോഷമാണ് ഇദ്ദേഹത്തിന് കടപ്പെട്ടിരിക്കുന്നതിന്. എല്ലാ ചികിത്സയും ഇപ്പോൾ അവിടെ ലഭ്യമാണ്. മറ്റു പണ്ടുള്ളതുപോലൊന്നും അല്ല. ഇപ്പോൾ ഏത് വിഭാഗത്തിനും പ്രത്യേകം സംവിധാനം, ഡോക്ടറെ കാണുന്നതിന് പ്രത്യേകം പിന്നെ ഇരിക്കേണ്ട അല്ലെങ്കിൽ ടോക്കൺ സംവിധാനം, അങ്ങനെ നിരവധി വികസനങ്ങളാണ് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. കരുനാഗപ്പള്ളി താലൂക്കിലുള്ള മുഴുവൻ ജനങ്ങളും വരുന്നുണ്ട് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ. അത് റെഫറലല്ലേ, ഇവിടെ വന്നിട്ട് പിന്നെ ഏത് രോഗിയാലും ഇവിടെ വന്നിട്ട് റെഫർ ചെയ്ത് കൊണ്ടുപോകാന്നില്ല അടുത്ത ഹോസ്പിറ്റലിലേക്ക്. അങ്ങനെ ആലോചിച്ച സംവിധാനം. അതുകൊണ്ട് മിക്കവാറും ഉള്ള എല്ലാ രോഗികളും ഈ താലൂക്കിൽ നിന്നെല്ലാം മറ്റ് കുന്നത്തൂർ താലൂക്കിൽ നിന്ന് തന്നെ ഒരുപാട് രോഗികൾ കരുനാഗപ്പള്ളി ആശുപത്രി വരുന്നുണ്ട്. ഒരുപാട് സേവനം, ഇപ്പം ഇഷ്ടംപോലെ സേവനമാണ് അവിടെ നടക്കുന്നത്. പിന്നെ ഇതിലും കൂടുതൽ വികസനം വരുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. ഇപ്പം തന്നെ വികസനത്തിൻ്റെ പാതയിൽ നിൽക്കുകയാണത്. ബഹുനില മന്ദിരം കൂടെ വന്നു കഴിഞ്ഞാൽ പിന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് പിടിച്ചാതിക്കാത്ത രീതിയിലുള്ള വികസനമാണ് നടക്കുന്നത്. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കാത്ത വിധമായിരിക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾ. പേവാർഡ്, ക്യാന്റീൻ ഉൾപ്പെടെ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ആശുപത്രിയിൽ ഉറപ്പാക്കുന്നതിന് സാധിക്കും. പദ്ധതി പൂർത്തീകരിക്കുന്നതോടുകൂടി വിവിധ വിഭാഗങ്ങൾക്ക് പ്രത്യേകമായ ഓപ്പറേഷൻ തിയേറ്ററുകൾ, ലാബുകൾ, ഡയാലിസിസ് പ്രത്യേക ബ്ലോക്ക് തുടങ്ങിയവയും സജ്ജീകരിക്കും. ഇതുകൂടാതെ മണ്ഡലത്തിൽ വിവിധ റോഡുകളും ഓടകളും കിഫ്ബിയിലൂടെ മുഖമിനുക്കുകയാണ്. കായംകുളം ഫിഷിംഗ് ഹാർബറിന്റെ നവീകരണത്തിന് പുലിമുട്ടുകളുടെ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും തകർന്ന പുലിമുട്ടുകളുടെ ഭാഗങ്ങൾ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കാനും കിഫ്ബി പണം അനുവദിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബിയുടെ സഹായം വലുതാണ്. ഇതുകൂടാതെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ കിഫ്ബിയുടെ വലിയ തോതിലുള്ള സംഭാവന കിട്ടിയിട്ടുണ്ട്. ഇവിടുത്തെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്കും ഹൈസ്കൂളുകൾക്കും ബഹുനില മന്ദിരങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള അനുമതി കിട്ടി. 1-2 സ്കൂളുകളുടേത് നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. മറ്റു ചിലത് നിർമ്മാണ ഘട്ടത്തിലാണ്. അങ്ങനെ വിദ്യാഭ്യാസ രംഗത്തും ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള കിഫ്ബിയുടെ സംഭാവന വലിയ തോതിൽ ലഭ്യമായ ഒരു മണ്ഡലമാണ് എൻ്റെ മണ്ഡലം. കിഫ്ബി വഴി മണ്ഡലത്തിൽ നടപ്പാക്കാൻ പോകുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർത്തീകരണത്തിലാണ്. ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ ശ്രദ്ധാലുവാണ് ഇവിടുത്തെ ജനപ്രതിനിധിയും. നഗരസഭകളിലെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. കിഫ്ബി മുഖേന 76.60 കോടി രൂപ മുടക്കിയാണ് ജല അതോറിറ്റി പദ്ധതി നടപ്പിലാക്കുന്നത്. പഴശ്ശി അണക്കെട്ടിൽ നിന്നും വെള്ളം പൈപ്പ് ലൈൻ വഴി ചാവശ്ശേരി പറമ്പിലെ ട്രീറ്റ്മെന്റ് പ്ലാന്റിലെത്തിച്ച് ശുദ്ധീകരിച്ച് വീടുകളിലെത്തിക്കുകയാണ് ലക്ഷ്യം. പഴശ്ശി അണക്കെട്ട് പരിസരത്ത് പദ്ധതിക്കായുള്ള കൂറ്റൻ കിണറിന്റെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ്. ചാവശ്ശേരി പറമ്പിൽ 42 മില്യൺ ലിറ്റർ സംഭരണശേഷിയുള്ള ട്രീറ്റ്മെന്റ് പ്ലാന്റും നിർമ്മിക്കുന്നുണ്ട്. മട്ടന്നൂർ നഗരസഭയിൽ കൊതേരിയിലും ഇരിട്ടി ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തിന് സമീപവും 15 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള ടാങ്കുകളും നിർമ്മിക്കുന്നുണ്ട്. കൊതേരിയിൽ കുടിവെള്ള ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായി.
ചാവശ്ശേരി ട്രീറ്റ്മെന്റ് പ്ലാന്റിൽ നിന്നും ഈ സംഭരണികളിൽ എത്തിക്കുന്ന വെള്ളം പൈപ്പ് ലൈൻ വഴി വീടുകളിൽ വിതരണം ചെയ്യാനാവും. പദ്ധതിക്കായി വെളിയമ്പ്രയിലെ പഴശ്ശി പദ്ധതി പ്രദേശത്ത് നിർമ്മിച്ച 33 kV സബ്സ്റ്റേഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചിരുന്നു. പേരാവൂർ മുഴക്കുന്ന് ആറളം അയ്യങ്കുന്ന് കുടിവെള്ള പദ്ധതിക്ക് 76.01 കോടി രൂപയാണ് കിഫ്ബിയിൽ വകയിരുത്തിയിരിക്കുന്നത്. ഇരിട്ടി മട്ടന്നൂർ മുനിസിപ്പാലിറ്റികളുടെ ഒരു സംയുക്ത പ്രൊജക്റ്റായിട്ട് ബൃഹത്തായിട്ടുള്ള ഒരു കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. ഈ കുടിവെള്ള പദ്ധതികളുടെ ഒരു തടസ്സം സ്ഥലമെടുപ്പാണ്. അതുപോലെ കുടിവെള്ള പദ്ധതി പേരാവൂർ മുഴക്കുന്ന് പഞ്ചായത്തുകളിൽ കുടിവെള്ള പദ്ധതിക്ക് കിഫ്ബിയിൽ പണം അനുവദിച്ചിട്ടുണ്ട്. ഈ ഇരിട്ടി കുടിവെള്ള പദ്ധതിയുടെ ഒരു സെക്കൻഡ് സ്റ്റേജായിട്ട് പായം അയ്യങ്കുന്ന് പഞ്ചായത്തുകൾ കൂടി കുടിവെള്ള പദ്ധതി ആരംഭിക്കുന്നതിനുള്ള അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിലേക്ക് വന്നിട്ടുള്ളൂ. ഒന്നാം ഘട്ടം പൂർത്തീകരിച്ചിട്ട് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കും. ശുദ്ധീകരണ പ്ലാന്റിൽ നിന്ന് ടാങ്കിലേക്ക് വെള്ളം എത്തിക്കുന്നതിന് 400 mm വ്യാസമുള്ള കാസ്റ്റ് അയൺ പൈപ്പാണ് സ്ഥാപിക്കുന്നത്. പദ്ധതിക്കായി പ്രധാന പൈപ്പ് ലൈൻ പ്രവൃത്തി പുരോഗമിക്കുകയാണ്. കിഫ്ബി വഴി ആരോഗ്യ മേഖലയ്ക്ക് കാര്യമായ നേട്ടമാണ് മണ്ഡലത്തിൽ ലഭിച്ചത്. പേരാവൂർ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിനായി 51 കോടി രൂപയുടെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. ആശുപത്രിയുടെ മുഖച്ഛായ തന്നെ മാറുന്ന വികസനമാണ് ഇതിലൂടെ നടക്കുക. 6 നിലകളിലുള്ള കെട്ടിട സമുച്ചയമാണ് മാസ്റ്റർ പ്ലാനിലുള്ളത്. ആദ്യഘട്ടത്തിൽ 2 നില വരെയും രണ്ടാം ഘട്ടത്തിൽ 3 മുതൽ 6 നില വരെയുമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് പദ്ധതിയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 109 കിടക്കകളും അതിനോടനുബന്ധിച്ച് മറ്റു സൗകര്യങ്ങളും ഉണ്ടാകും. അതുപോലെ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇരിട്ടി പേരാവൂർ ആശുപത്രികളുടെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള നല്ല ഒരു പാക്കേജ് അംഗീകാരം ലഭ്യമായിട്ടുണ്ടെന്നുള്ളതും സന്തോഷകരമായ ഒരു കാര്യമാണ്. അത്യാഹിത വിഭാഗം, ജനറൽ OP, സൈക്കാട്രി OP, ഫിസിയോതെറാപ്പി, പാലിയേറ്റീവ് കെയർ, പീഡിയാട്രിക് OP, ഡെർമറ്റോളജി, ENT, OP, പാമ്പ് വിഷചികിത്സാ സെന്റർ, ഡെന്റൽ വിഭാഗം, എക്സ്റേ, ഓർത്തോ, ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, ലബോറട്ടറി സംവിധാനം മുതലായവയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പേരാവൂർ ആശുപത്രിയുടെ കൂടുതൽ വികസനത്തിന് വേണ്ടി മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ കേന്ദ്ര സർക്കാർ ഏജൻസിയായ പാപ്കോസിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തുന്നത് 59 കോടി രൂപയുടെ വികസന പ്രവർത്തികളാണ്. സ്ഥലപരിമിതിയിൽ വീർപ്പുമുട്ടുന്ന മലയോരത്തെ പ്രധാന സർക്കാർ ആശുപത്രിയാണിത്. ആറളം പുനരധിവാസ മേഖലയിലെ ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ഈ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. സ്ഥലപരിമിതി എന്ന പ്രശ്നം പരിഹരിക്കുന്നതിന് ഉപയോഗശൂന്യമായ പഴയ കോട്ടേഴ്സുകൾ, ഓപ്പറേഷൻ തിയേറ്റർ തുടങ്ങിയവ പൊളിച്ചു നീക്കും. ഈ സ്ഥലം കൂടി പ്രയോജനപ്പെടുത്തിയാണ് പുതിയ ബ്ലോക്ക് നിർമ്മിക്കുക. അതായത് ഏകദേശം 52 കോടി രൂപയുടെ പ്രൊജക്റ്റാണ്. കിഫ്ബിയുടെ അംഗീകാരത്തിലാണ് പ്രൊജക്റ്റ് നടപ്പിലാക്കുന്നത്. കഴിഞ്ഞ ഏകദേശം 4 മാസം മുന്നാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. 2 ഫേസുകളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. ആദ്യത്തെ ഫേസിൽ ഒരു 3 നില കെട്ടിടവും രണ്ടാമത്തെ ഫേസിൽ അതിൻ്റെ ബാക്കിയുള്ളത് ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലെയാണ് നടപ്പിലാക്കുന്നത്. എല്ലാവിധ അതായത് സർജറി, ഗൈനക്ക്, ഓർത്തോ, ബാക്കി ട്രോമ കെയർ എല്ലാം ഉൾപ്പെടുന്ന വിധത്തിലാണ് വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് STP അതായത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റും എല്ലാം തന്നെ വരുന്നുണ്ട്. ഓക്സിജൻ പ്ലാന്റും വരുന്നുണ്ട്. എല്ലാവിധ സൗകര്യങ്ങളും കൂടിയിട്ടാണ് വരുന്നത്. നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യമന്ത്രി ഈ ട്രൈബൽ മേഖലയായതുകൊണ്ട് പ്രത്യേക ശ്രദ്ധയാണ് ഈ കിഫ്ബി പ്രൊജക്റ്റായിട്ട് ഇത് ഉൾപ്പെടുത്തി കൊണ്ടുവന്നത്. ഇതുമൂലം ബാക്കിയുള്ള ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇവിടെ ഏകദേശം കുറേ ട്രൈബൽ കോളനിയുണ്ട്. 6 ട്രൈബൽ കോളനി അടക്കമുണ്ട്. നിലവിൽ തന്നെ ഇപ്പോൾ തന്നെ നോക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഡെലിവറിയും സിസേറിനും എല്ലാം നടക്കുന്നത് ഇവിടെ മാത്രമാണ്. ഇപ്പോൾ സിസേറിനും ഡെലിവറിയും ബാക്കിയുള്ള സൗകര്യങ്ങൾക്കും വേണമെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഏകദേശം 45-50 കിലോമീറ്റർ അപ്പുറമുള്ള തലശ്ശേരിയോ കണ്ണൂർ ജില്ലാ ആശുപത്രിയിലോ പോകേണ്ട അവസ്ഥയാണുള്ളത്. ഇപ്പോൾ നിലവിൽ തന്നെ ഈ പുതിയ പ്രൊജക്റ്റുകൾ വരുന്നതോടെ കൂടുതൽ സർജറികളും മറ്റും തുടങ്ങും. അത് കാരണം കുറേ ഈ പറയുന്ന ട്രൈബൽ രോഗികൾക്കും എല്ലാവർക്കും കുറേ പേർക്ക് മലയോര മേഖലയിലുള്ള കുറേ ആൾക്കാർക്കും ഇതുമൂലം ഉപകാരം ഉണ്ടാകും. എല്ലാവർക്കും അവർക്ക് ഏകദേശം 1 മണിക്കൂറോളം യാത്ര ചെയ്തിട്ട് വേണം ബാക്കിയുള്ളിടത്ത് തലശ്ശേരി കണ്ണൂർ എത്താൻ. അത്രയും സമയലാഭം ഉണ്ടാകും. കിഫ്ബി വഴി മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി 55 കോടി രൂപയാണ് ലഭിക്കുന്നത്. ഇത് പ്രയോജനപ്പെടുത്തി മലയോര ഹൈവേയുടെ വീതി കൂട്ടും.